കൊന്നതാ. ഇതൊക്കെ ഞങ്ങളായിട്ടുണ്ടാക്കിയതാണോ? എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ച്? ആരെ തോൽപ്പിക്കാനാ? എന്നിട്ടിപ്പോ തോറ്റതാരാ? എന്നെ മരിക്കാൻ പോലും ഈശ്വര സമ്മതിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊക്കെ നടത്താനായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തൊക്കെ നടക്കുമായിരുന്നു? ചേച്ചി, ആ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ടാ മരിക്കാൻ പോയെ? മോളുടെ അവകാശം ആർക്കാണോ അവരെ ഞാൻ ഏൽപ്പിച്ചത്. അവരാ മോളെ അംഗീകരിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചാരി ചേച്ചി അവർ അംഗീകരിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ ചേച്ചിയുടെ മോളെ അവർ അംഗീകരിക്കുന്നത്? കഷ്ടം. ആളുകളെ മനസ്സിലാക്കാൻ പോലും എന്റെ ചേച്ചിക്ക് പറ്റുന്നില്ല. ഞാൻ മോളെ ഏൽപ്പിച്ചത് അവളുടെ അച്ഛന്റെ വീട്ടില്. എന്നിട്ട് അച്ഛൻ എവിടെ? മോളുടെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം, സ്നേഹത്തോടെയുള്ള ഒരു വിശേഷം തിരക്കൽ, എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും ആ കുഞ്ഞിനെ ആ മുറ്റത്ത് തന്നെ കൊണ്ടുപോയി കിടത്താൻ ചേച്ചിക്ക് എങ്ങനെ തോന്നി? സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ കുടിക്കൊരുത്തി കൊടുത്തേക്കാന്ന് തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചതി ആ പാവത്തിനോട് കാണിക്കില്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കാരുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, കൂടെ പറപ്പുമില്ല. അങ്ങനെയുള്ള ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? ആട്ടം തുപ്പം കേട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതല്ല. എന്നിട്ട് എന്താ സംഭവിച്ച? മരിച്ചോ? മരിച്ചില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഒന്ന് കൊന്നേരാ. കഴുത്ത് ഞെരിച്ചോ, മരുന്ന് കുത്തിവെച്ചോ, എങ്ങനെ വേണമെങ്കിൽ എന്നെ കൊല്ല. ശരി, ഞാൻ കൊല്ലാം. പക്ഷെ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. ആ കൈക്കുഞ്ഞിനെ ആര് നോക്കും?